ആയുർവേദിക് പ്രോഡക്ട്സ് കൂടുതലായിട്ടും ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രി ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാനും ഈ ആയുർവേദിക് സെഗ്മെൻറ്റ്സിലുള്ള എത്തിക്സ് കമ്മിറ്റികൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിസർച്ചിൽ രജിസ്റ്റർ ചെയ്യാനും ഒക്കെ തുടങ്ങിയത് വളരെ അടുത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റിസർച്ച് ഇൻ ഇറ്റ് സെൽഫ്, ക്ലിനിക്കൽ റിസർച്ച് ഇൻ ഇറ്റ് സെൽഫ് ഇൻ ഇറ്റ്സ് മോസ്റ്റ് മോഡേൺ ഫോം ഈസ് വെരി യങ് ഇൻ ഇന്ത്യ. അത് 2005 മുതൽ 17 വർഷത്തെ പഴക്കമേ ആ എൻറ്റയർ പ്രോസസ്സിന് ഇന്ത്യയിലുള്ളൂ. ആയുർവേദത്തിൽ അത് ഇനിയും മേ ബി ഒരു 3-4 കൊല്ലം ചെറുപ്പമാണെന്ന് വെച്ചോളൂ. പക്ഷേ നമ്മൾ ദി എൻറ്റയർ റിസർച്ച് കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യ stays at a very young phase right now, and it is a phase where we can actually make mistakes. ഈ നമ്മളെ എപ്പോഴും പുറകോട്ട് പിടിച്ചു വലിക്കുന്ന വസ്തുവിശേഷം എന്ന് പറയുന്നത് മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള മടിയാണ്. അതാണ് ഒരു റിസർച്ചർക്ക് ഒരിക്കലും പാടില്ലാത്തത്. ഇപ്പം ആയുർവേദ രംഗത്ത് നമുക്ക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ 1948 മുതൽ, അതായത് ഇന്ത്യ സ്വതന്ത്രമായ കാലം മുതൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ പലപ്പോഴും ഒരു വൈഡർ പബ്ലിക്കേഷൻ സെഗ്മെൻറ്റിലേക്കോ വൈഡർ റീച്ചിലേക്കോ കൊണ്ടുപോകാത്ത ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്റ്റഡി ഡിസൈനുകളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി, അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റഡി ഫെയിലിയർ ആയാൽ ആ ഫെയിലിയർ പലപ്പോഴും ആ സ്റ്റഡിയുടെ ഡിസൈനിലുള്ള ഫെയിലിയറായി. അപ്പോൾ ആ ഡിസൈനിലുള്ള ഫെയിലിയറുകൾ ചർച്ച ചെയ്യാതെ, അതിനെ പബ്ലിഷ് ചെയ്യാതെ, അതിനെ തമസ്കരിച്ച് കളഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഒന്നീന്ന് ഏറ്റവും നല്ല റിസർച്ച് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ആണ്. ഇത് എൻ്റെ കഴിഞ്ഞ ഒരു 10-17 വർഷത്തെ ആയുർവേദ റിസർച്ച് അനുഭവമാണ് ഞാൻ പറയണത്. അത് എൻ്റെ അനുഭവമാണ്, എൻ്റെ ഒബ്സർവേഷനാണ്, തെറ്റുകളുണ്ടായിരിക്കാം. സോ ബേസിക്കലി ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദി ആയുർവേദിക് റിസർച്ച് കമ്മ്യൂണിറ്റി ഈസ് ഈ നെഗറ്റീവ് റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യാനുള്ള വിമുഖതയാണ്. പക്ഷേ നമ്മൾ ആ നെഗറ്റീവ് റിസൾട്ടുകൾ ഓരോന്നും ഓരോ പുതിയ പാഠമാണ്. അപ്പോൾ ആ പാഠങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് റിസർച്ചിനെ കുറച്ചും കൂടി ഡിസൈൻ വൈസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പലപ്പോഴും നമ്മൾ ഫെയിൽ ചെയ്യണതും അതിൻ്റെ ഡിസൈൻ ഫേസിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും ഇന്ന് ആയുർവേദിക് ഡിസൈൻസിൻ്റെ പോസിബിലിറ്റീസിനെ പറ്റി സംസാരിക്കാൻ തീരുമാനിച്ചത്. സോ റിസർച്ച് ഇൻ ആയുർവേദ ഇൻ ഷോർട്ട് ഇൻവോൾവ്സ് ആയുഷ്, CCRS, DST ലെവലിലുള്ള റിസർച്ച്. അത് ഇപ്പോൾ പോസ്റ്റ് ഒരു 2018 ഈ CCRS അതുവരെ നടത്തിയിരുന്ന റിസർച്ച് മോഡലുകളെ കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചെഴുതിയിട്ട് ഇതിനെ PhD പ്രോഗ്രാംസുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ് ഉണ്ടായി. അത് ഭയങ്കരമായ രീതിയിൽ ഈ ആ റിസർച്ച് പ്രോസസ്സിനെ മാറ്റിയിട്ടുണ്ടെന്നാണ് ആസ് എ റിസർച്ച് ഒബ്സർവർ ദാറ്റ്സ് വാട്ട്. കാരണം ഈ വരുന്ന റിസർച്ചുകളുടെ ക്വാളിറ്റി അത് ഭയങ്കരമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പം ഒരു റീസെൻ്റ് എക്സാമ്പിൾ ഇൻ കേരള എടുക്കുകയാണെങ്കിൽ കുക്സിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ സ്കൂൾ ഓഫ് റിസർച്ച് ഇൻ ഫണ്ടമെൻ്റൽ സ്കൂൾ ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ അവർ MPhil പ്രോഗ്രാമുമായിട്ട് റിസർച്ചിനെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം കൊണ്ടുവന്നു. ഈ ശ്രമങ്ങളുടെ ഒക്കെ ഡയറക്റ്റായിട്ടുള്ള യൂട്ടിലിറ്റി എന്താണെന്ന് വെച്ചാൽ അത് പ്രഥമമായിട്ടും ക്ലിനിക്കൽ ട്രയൽസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ചെയ്യുന്ന റിസർച്ചറുടെ ക്ലിനിക്കൽ എബിലിറ്റി കൂടും, ഈ ചെയ്യുന്ന റിസർച്ചറുടെ ഒബ്സർവേഷണൽ കപ്പാസിറ്റി കൂടും, അയാളുടെ അനലിറ്റിക്കൽ കപ്പാസിറ്റി കൂടും, അയാൾ പുതിയ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് റിസർച്ചേഴ്സ് കൂടുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു
ഹെൽത്തി ആയിട്ടുള്ള റിസർച്ച് ക്ലൈമറ്റ് ഉണ്ടാവുക. അപ്പോൾ ആ ക്ലൈമറ്റിലേക്കുള്ള ഒരു നല്ല ചുവടുവയ്പ്പാണ് ഈ ആയുഷിൻ്റെയും CCRISൻ്റെയും DSTയുടെയൊക്കെ പുതിയ ശ്രമങ്ങൾ. ഇതിലൊക്കെ പാളിച്ചകളുണ്ട്, ഇതിലൊക്കെ ഫോൾട്ട് ലൈൻസ് ഉണ്ട്. പക്ഷേ ആ ഫോൾട്ട് ലൈൻസ് ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലല്ല നമ്മളുള്ളത്, കാരണം നമ്മൾ തുടക്കത്തിലാണുള്ളത്. സോ ആ ഫോൾട്ട് ലൈൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പക്ഷേ ആ ശ്രമങ്ങളെ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ട ഒരു പോയിന്റിലാണ് നമ്മളുള്ളത്. രണ്ടാമത്തത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ചുകളാണ്. ഇപ്പം ഈ 2005 മുതൽ ഒരു പക്ഷേ 2015 വരെയൊക്കെയുള്ള അക്കാഡമിക് റിസർച്ചുകൾ നമ്മൾ നോക്കിയാൽ അറിയാം, അത് പലപ്പോഴും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കോഡായിട്ട് മാത്രമാണ് പലപ്പോഴും റിസർച്ചിനെ സ്റ്റുഡൻസും കണ്ടിരുന്നത്. ഈവൻ ഗൈഡ്സ് പോലും അതിനെ ആ ഒരു പോയിന്റിൽ നിന്നാണ്, അതായത് ജസ്റ്റ് ഒരു റിസർച്ച് നോളജ് വേണം എന്നുള്ള ഒരു പോയിന്റിൽ നിന്നാണ് പലപ്പോഴും അതിനെ അപ്രോച്ച് ചെയ്തിരുന്നത്. അപ്പം ആ അപ്രോച്ചുകൾക്ക് ഈ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം നമ്മളൊരു കഴിഞ്ഞ 3 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഈ 2016 വരെ ഏതാണ്ട് 208 ഒബ്സർവേഷണൽ ക്ലിനിക്കൽ സ്റ്റഡീസാണ് ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രി ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2018 ഇങ്ങോട്ട് നോക്കിയാൽ ഏതാണ്ട് എല്ലാ കൊല്ലവും 100-120 സ്റ്റഡീസ് വെച്ച് പുതുതായിട്ട് രജിസ്റ്റർ ആവുന്നു. എന്തുകൊണ്ടാണ് RCT നമുക്ക് അനഭിമതമാവുന്നത്? ഒന്നാമത്തെ കാര്യം, ആയുർവേദ ഹാസ് എ കോംപ്ലക്സ് ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് that significantly differs from allopathic diagnosis. There is a very big complexity of treatments offered in Ayurveda. There is a dynamic assessment of progression and regression of disease in real-time clinical practice that requires periodic assessment and modification of therapeutic interventions during the course of the trials. And most importantly, the gatekeepers are not at home. സയൻസിൻ്റെ വൈവിധ്യം പലപ്പോഴും അതിൻ്റെ റെഗുലേറ്ററി ഹേർഡിൽസിൻ്റെ ബാക്കിപത്രം. അതായത് ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് പുതിയൊരു ഡിസൈൻ ഫോം ചെയ്യുന്നത്. ഈ ഒരു കുറവ് ഓവർകം ചെയ്യാൻ മൾട്ടിപ്പിൾ ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന പുതിയ റിസർച്ച് ഡിസൈൻ മോഡൽസ് ഉണ്ട്. അതായത് നമ്മളൊരു സ്റ്റഡിയുടെ ഡിസൈൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെ ഓൾട്ടർനേറ്റീവ് റിസർച്ച് ഐഡിയാസ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്ക് സക്സസ് സ്റ്റോറീസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. AVPയുടെ ബ്ലാക്ക് ബോക്സ് RCT മോഡൽ. It's a double-blind, randomized, controlled pilot study comparing classical Ayurvedic medicine, methotrexate, and their combination in rheumatoid arthritis. ഇത് യൂറോപ്യൻ മെഡിക്കൽ ഏജൻസി ഏറ്റവും നല്ല റിസർച്ച് മോഡലുകളിലൊന്നായി ആയുർവേദത്തിൽ ക്ലിനിക്കൽ ട്രയൽസ് ചെയ്യാൻ ഏറ്റവും നല്ല റിസർച്ച് മോഡൽസിലൊന്നായി പ്രൊപ്പോസ് ചെയ്ത ഒരു റിസർച്ച് മോഡലാണിത്. അതുപോലെ തന്നെ വേറൊരു effective RCT model, comparative effectiveness of complex Ayurvedic treatment and conventional standard care in osteoarthritis of knee, study protocol of a randomized control trial. ഈ സ്റ്റഡിയിൽ ബേസിക്കലി അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ 2 ഗ്രൂപ്പ് എടുത്തു. ഒരു ഗ്രൂപ്പ് മോഡേൺ ആയിട്ടുള്ള, അതായത് മരുന്നുകൾ മാത്രമല്ല, മസാജുകൾ, ഫിസിയോതെറാപ്പി എല്ലാം ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് മോഡേൺ നീ ഓസ്റ്റിയോആർത്രൈറ്റിസ് മാനേജ്മെൻറ്റ്. രണ്ടാമത്തെ ഗ്രൂപ്പ്
മസാജും പഞ്ചകർമ്മ തെറാപ്പിയും ഒക്കെ അടങ്ങുന്ന ഒരു ആയുർവേദിക് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ്. ഈ 2 ഗ്രൂപ്പുകളും ഒരു മാസ്ക്ഡ് അസസ്സറെ കൊണ്ട് അസസ് ചെയ്യിച്ച് ഔട്ട്കം അസസ് ചെയ്യിച്ച് നടത്തിയ ഒരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മൾട്ടി സെൻട്രിക് മോഡലാണ് ഈ ബ്ലാക്ക് ബോക്സ് RCT മോഡൽ. Then looking forward, what we have is Ministry of Ayush is conducting world's first multi-center phase 3 clinical trial examining the efficacy of Ayurveda in the treatment of rheumatoid arthritis. New India UK study to focus on ashwagandha use in treating long COVID, and CCRAS and AIA research initiatives. Kerala scenario, Ayurvedic response to COVID-19 pandemic in Kerala, India, and its impact in quarantined individuals, a community case study. That was our entire effort. Then projects under the National Ayush Mission. ഇതൊക്കെ നമുക്ക് ഒരുപാട് വലിയൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അത് പലപ്പോഴും ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് മോഡലിലേക്ക് പോയിട്ടുണ്ടാവില്ല. പക്ഷേ അതൊരു ഹോട്ട് ബെഡ് ഫോർ റിസർച്ച് ഹൈപ്പോത്തീസിസ് ആൻഡ് ക്വസ്റ്റ്യൻസ്. കാരണം ആക്ച്വൽ വർക്കിൽ നിന്നാണ് പലപ്പോഴും റിസർച്ച് ഹൈപ്പോത്തീസിസ് ഉണ്ടാകുന്നത്, ടെക്സ്റ്റുകളിൽ നിന്നല്ല. നമ്മുടെ പലപ്പോഴും ഉള്ള പ്രശ്നം, നമ്മൾ ടെക്സ്റ്റുകളിൽ നിന്നാണ് റിസർച്ച് ഹൈപ്പോത്തീസിസുകൾ കണ്ടുപിടിക്കുന്നത്. ദാറ്റ്സ് എ റോങ് മോഡൽ. ദെൻ School of Fundamental Research in Ayurveda, proposed International Ayurvedic Research Center Kannur, and Center of Excellences in Ayurveda that we have in Kerala, the 3 of them, Kottakkal, Sree and Vaidya. So innovation driven research is the need of the hour. Thank you. നന്ദി ഡോക്ടർ ശ്രീജിത്ത് ശ്രീകുമാർ. ഡോക്ടർ ശ്രീജിത്ത് ശ്രീകുമാറിന് മെമെൻറ്റോ നൽകുവാൻ വേണ്ടി കോട്ടക്കൽ ആയുർവേദ കോളേജിലെ പ്രിൻസിപ്പൽ ജയദേവൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മെമെൻറ്റോ സ്വീകരിക്കുന്നതിനായി ഡോക്ടർ ശ്രീജിത്ത് ശ്രീകുമാർ. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേദിയിലേക്ക് എഴുതി എത്തിക്കാവുന്നതാണ്. സമയപരിമിതികളുണ്ട്, എന്നാലും അതിനുള്ള മറുപടി നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും. ആര്യവൈദ്യ വിലാസിനി വൈദ്യശാല ആതിഥേയത്വത്തിൻ്റെ ഭാഗമായി ചായ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും അത് സ്വീകരിക്കണം. അടുത്ത ഗവർണർ പങ്കെടുക്കുന്ന പ്രധാന പരിപാടി ഈ സെഷൻ കഴിഞ്ഞ ഉടനെ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവരും 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ പ്രധാന പരിപാടിയുടെ ഭാഗങ്ങളായി ആര്യവൈദ്യ വിലാസിനി വൈദ്യശാലയെ അനുഗ്രഹിക്കണം, ആശംസിക്കണം എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ചോദ്യോത്തരങ്ങൾ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കുന്ന ആളുടെ നമ്പറുകൾ അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മറുപടി തീർച്ചയായും നൽകുന്നതായിരിക്കും. താങ്ക് യു. നമ്മൾ 4 മണിക്ക് തന്നെ ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് എഴുതി തരിക. 2 പ്രധാനപ്പെട്ട പ്രബന്ധങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. അത് ഇന്നത്തെ റിസർച്ചിൻ്റെ 2 മേഖലകളെക്കുറിച്ച്, ഒന്ന് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച്, മറ്റേത് ക്ലിനിക്കൽ റിസർച്ച്. ഈ ഫ്യൂച്ചറിസ്റ്റിക് ഭാവിയിലെ ആയുർവേദ ഗവേഷണം എന്തായിത്തീരും എന്നതിൻ്റെ സൂചനയാണ് ഡോക്ടർ ഋഷികേശ് ഡാംബ്ലെ ഇവിടെ അവതരിപ്പിച്ചത്. അത് സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വളരെ വിശദമായിരിക്കുന്ന വിവരണങ്ങൾ നമുക്കിവിടെ ലഭിക്കുകയുണ്ടായി. 2ാമത്തെ പേപ്പറിൽ ഡോക്ടർ ശ്രീജിത്ത് ശ്രമിച്ചത് ക്ലിനിക്കൽ റിസർച്ചിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് പൊതുബോധം എന്നാണ്. അപ്പോൾ 2 പേരും റിസർച്ചിൻ്റെ രംഗത്തെ വളരെ കാര്യമായിട്ട് സംഭാവനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ പലരും ആയുർവേദ ഡോക്ടർമാരോ ആയുർവേദ ഗവേഷകരോ അല്ലാത്തതുകൊണ്ട് പൊതുബോധത്തിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഈ ക്ലിനിക്കൽ റിസർച്ചിൻ്റെ ആയിക്കഴിഞ്ഞാലും ഫാർമസ്യൂട്ടിക്കൽ റിസർച്ചിൻ്റെ ആയിക്കഴിഞ്ഞാലും അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസൊക്കെ പറയുമ്പോഴും പൊതുജനങ്ങളിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങൾ അവർക്ക് വേണ്ടത് പലപ്പോഴും ഇപ്പോൾ കോവിഡിനെ പോലൊരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത്
കോവിഡിന് നിങ്ങൾക്ക് എന്ത് ചികിത്സ ഉള്ളത്, ഇതിന് ഗവേഷണം നടന്നോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരുന്നത്. അതായത് നമ്മൾ പറയുന്നത് റിസേർച്ച് വളരെ പ്ലാൻഡായിട്ട് വർഷങ്ങളെടുത്തിട്ട് റിസേർച്ച് ചെയ്ത് തീർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റിസൾട്ടാണോ, അതോ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിലുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന റിസൾട്ടാണോ, ഏതാണ് പ്രധാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സോ അതുകൊണ്ട് ഈ നിങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നതിന് മുന്നേ ഈ ഒരു ചോദ്യം ഞാൻ 2 പ്രസൻറ്റേഴ്സിലേക്ക് കൊടുക്കുകയാണ്. അതായത് റിസേർച്ച് പ്ലാൻ എന്ന് പറയുന്നത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് നമ്മളൊരു ഗവേഷണ ഫലത്തെ ഉണ്ടാക്കുന്നതിന് പുറമെ കോവിഡ് പോലുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയും അവിടെ നിന്ന് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് അത് ഫലപ്രദമായിട്ട് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം, അതായത് ആയുർവേദ ഗവേഷണത്തിൻ്റെ പൊതുബോധവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം. I think that question is clear. I will explain it, sir, in English. The problem is we have research plans. Okay, you are planning the research and you are reaching in a result, but situationally, for example, in the condition of a COVID, there are realistic things happening there, and you don't get a time to plan something. You are getting some data. So out of that data, how can you come out with some realistic results about the effect of Ayurvedic medicines in COVID, maybe COVID situation or other situations? So instead of planning long-term things in research, how can you derive some immediate things from observation now and then? Okay, so that is one question which is, both of you can respond to that question on a clinical parlance and on a pharmaceutical parlance also. That can be, they will be speaking about this question, answering this question in a few while. Meanwhile, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം, അതിനനുസരിച്ച് നമുക്ക് സെഷൻസ് കൊണ്ടുപോകാം. താങ്ക് യു. So the question is, how can you immediately plan research? Honestly speaking, immediately planning research is very, very difficult. If I order a kit, let's say ELISA kit, which is usually has to come from the US, and then I place an order, pay advance, it takes minimum of around 3 months for us to get that. But then I think your question is more not about immediate in the sense next week you're talking about. See, that's why I'm saying computation models are very, very important. Since we have computation models which can predict, there is computation chemistry models, there are computation biology models which can predict the incidents inside the body with around 80 to 90% accuracy. And if we have something like that, it's possible for us to immediately start and just have a screen and keep. But I would go one step ahead and say that why don't we understand the biochemical response of every plant well in advance and document. There are just about 2